പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഭാഗവതത്തില് ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോ ഉദ്ധവരോട് പറഞ്ഞു, ആത്മനഃ ഗുരുഃ ആത്മൈവ പുരുഷസ്യ വിശേഷതഃ യഃ പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയോസൗ അനുവിന്ദതി. ഒരു ജീവന് ശ്രേയസ് ഉണ്ടാവണം. ശ്രേയസ് പ്രേയസ് എന്ന് രണ്ട് വിഷയങ്ങൾ ഓരോരുത്തരുടെ മുമ്പിലും വന്നു നിൽക്കും. കഠോപനിഷത്തില് യമൻ നചികേതസ്സിനോട് പറയുന്നു, ഇത് രണ്ടും മുമ്പിൽ വന്ന് നിൽക്കും. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതാ തൗ സംപരീത്യ വിവിനക്തി ധീരഃ തയോഃ ശ്രേയ ആദദാനസ്യ സാധു ഭവതി ഹീയത്തെ അർത്ഥാത് യവു പ്രേയോ വൃണീതേ. ശ്രേയസ്സും പ്രേയസ്സും രണ്ടു മുമ്പിൽ വന്ന് നിൽക്കും. ധീരനായിട്ടുള്ളവൻ അതില് ശ്രേയസ്സിനെ വരിക്കുന്നു. വിവേകിയായിട്ടുള്ളവനാണ് ധീരൻ. ആർക്ക് വിവേകം ഉണ്ടോ അവന് പേരാണ് ധീരൻ. ധീരൻ എന്ന് വെച്ചാൽ മല കയറുകയോ യുദ്ധം ചെയ്യുകയോ കുറെ ആളുകളെ ഗുസ്തി പിടിച്ച് പരാജയപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല ധീരത്വം. ധീഹി എന്ന് വെച്ചാൽ ബുദ്ധി എന്നർത്ഥം, ജ്ഞാനം എന്നർത്ഥം. അതില് രമിക്കുന്നവൻ ആണ് ധീരൻ. ധീയില് രമിക്കുന്നവൻ ആണ് ധീരൻ. അങ്ങനെ ധീരനായിട്ടുള്ളവൻ, ധീരന് മറ്റൊരർത്ഥം പറയും, ഇന്ദ്രിയങ്ങളൊക്കെ നല്ല ബലമായിട്ടിരിക്കുമ്പോ, എന്നുവെച്ചാൽ യൗവനത്തില് ശരീരത്തിന് നല്ല ശക്തിയുള്ളപ്പോ, ധീരത്വം അക്ഷപ്രാബല്യേപി അഖിലാസ്വാദവാഞ്ചയാം തിരസ്കൃത്യ അഖിലാക്ഷാണി തച്ചിന്തായാം പ്രവർത്തനം. അല്ല, ഇന്ദ്രിയങ്ങളൊക്കെ നല്ല ബലമായിട്ടിരിക്കുമ്പോ തിരസ്കൃത്യ അഖിലാക്ഷാണി, ഇന്ദ്രിയ വിഷയങ്ങളെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഭഗവത് ഭക്തിയില് പ്രവർത്തിക്കുന്നത് ധീരത്വം. അപ്പൊ ഭക്തന് പേരാണ് ധീരൻ എന്നാണ്. ഇന്ദ്രിയങ്ങളൊക്കെ നല്ല ബലമായിട്ടിരിക്കും. സാധാരണ ലോകത്തിൽ എപ്പോഴാ ഭക്തി? സമയമേ ഇല്ല എന്നാണ് പറയുന്നത് ശങ്കരാചാര്യസ്വാമികൾ. ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് ഭക്തിക്ക് സമയമേ വരില്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഭക്തി ചെയ്യണമെന്ന് പറഞ്ഞ, അയ്യേ ഇപ്പോഴൊന്നും ആയിട്ടില്ല, അതൊക്കെ വയസ്സായിട്ട് മതി എന്ന് പറയും. എന്നാൽ വയസ്സായിട്ട് ചെയ്യുമോ? അപ്പോഴും ചെയ്യില്ല എന്നാണ്. ഇതിനൊക്കെ ക്ഷമായാചനം ചെയ്തിട്ടുണ്ട് ശിവാപരാധ ക്ഷമാപണ സ്തോത്രം. ശിവ അപരാധ ക്ഷമാപണം. ശിവന്റെ അടുത്ത് എല്ലാവരും അപരാധം ചെയ്തിട്ടുണ്ട് എന്നാണ്. ശിവൻ എന്ന് വെച്ചാൽ ഭഗവാൻ, കൃഷ്ണൻ എന്നെടുത്തോളൂ, വിഷ്ണു എന്നെടുത്തോളൂ, ശിവൻ എന്നെടുത്തോളൂ, എന്ത് പേര് പറഞ്ഞാലും ശരി, എല്ലാവരും അപരാധികളാത്രേ. ജനിക്കുമ്പോ തന്നെ അപരാധം ഉണ്ടെന്നാണ്. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്ര അമേധ്യമധ്യേ ക്വഥയതി നിധരാം ജാഠരോ ജാതവേദാഃ യദ്യദ്വൈ തത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യത്തെ കേന വക്തും ക്ഷന്തവ്യോ മേ അപരാധഃ ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ. കേരളത്തില് ഒരു സ്വഭാവമാണ്, എന്തെങ്കിലുമൊക്കെ തെറ്റ് പറഞ്ഞാൽ ശിവശിവ. അതാണ് ഭട്ടതിരി രാമൻ സീതയെ കാട്ടിൽ കൊണ്ടാക്കി, ഗർഭിണിയായ സീതയെ കാട്ടിൽ കൊണ്ടാക്കിയപ്പോഴും പറഞ്ഞു, ശിവശിവകിലതാം ഗർഭിണീം അഭ്യഹാസീഹി. ഒരു ശിവനാമം കൊണ്ട് തന്നെ സകൃത് പ്രസംഗാത് അഘമാശു ഹന്തി എന്ന് ഭാഗവതം പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പാപമൊക്കെ പോവത്രേ. അപ്പൊ രണ്ടു പ്രാവശ്യം പറഞ്ഞതിന് പോരാതെ ഭട്ടതിരി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ശിവശിവശിവതാം ഗർഭിണീം അഭ്യഹാസീഹി എന്നാണ് അത്രേ പറഞ്ഞത്. ഇതൊക്കെ ഭക്തന്മാരുടെ കൽപ്പനയാണ്. ഇപ്പൊ ഗുരുവായൂരപ്പൻ പറഞ്ഞു അത്രേ, ഭട്ടതിരി 3 ശിവശിവ പറയാനുള്ള പാപം ഞാൻ ചെയ്തു. അപ്പൊ ശിവശിവകിലതാം ഗർഭിണീം അഭ്യഹാസീഹി കൊണ്ട് ത്യജിച്ച പോലെ
എന്നാണ് അർത്ഥം. കില എന്നുള്ള പദം അതുപോലെ. അപ്പോ ഒരു അപരാധം ചെയ്തതിനാണ് ക്ഷന്തവ്യോമേ അപരാധ, എന്റെ അപരാധം ക്ഷമിക്കണം. ശിവശിവ മഹാദേവ ശംഭോ. എന്താ ആദ്യത്തെ അപരാധം എന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ല. ആദൗ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം. ഗർഭത്തിലിരിക്കുമ്പോ എന്തൊക്കെ വിഷമമുണ്ടായോ എന്ന് പറയാൻ വയ്യ. അവിടെ വെച്ച് ഭഗവത് ധ്യാനം ചെയ്തുവോ ഇല്ലയോ ഒന്നും അറിയില്ല. ചെയ്തിരിക്കാനുള്ള സാധ്യതയൊന്നും തോന്നണില്ല. അതുകൊണ്ട് ക്ഷന്തവ്യോമേ അപരാധ, ആദ്യത്തെ അപരാധം ഗർഭത്തിൽ കിടക്കുമ്പോ ഭഗവാനെ ഭജിച്ചില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഭഗവത് ഭജനം ചെയ്തില്ല, ഭക്തി ചെയ്തില്ല, ആത്മധ്യാനം ചെയ്തില്ല എന്നർത്ഥം. ജനിച്ചു കഴിഞ്ഞിട്ടോ, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴോ സ്തന്യപാനേ പിപാസുഹു, പാല് കുടിക്കുക, കരയുക, ഉറങ്ങാം, അനേക വിധത്തിലുള്ള ബാലാരിഷ്ടങ്ങളൊക്കെ വരും. ഇതിലും ഒന്നും ഭഗവത് ധ്യാനം ചെയ്തില്ല, ഭഗവാനെ ഭജിച്ചില്ല. ബാലസ്താവത് ക്രീഡാസക്ത, കളിക്കാനുള്ളതാണ്. ഇപ്പൊ കളിക്കാനും പറ്റില്ല, കളിക്കാനും കുട്ടികൾക്ക് സമയമില്ല. പിന്നെ യൗവനത്തിൽ വന്നാലോ പ്രൗഢോഹം യൗവനസ്ഥഃ വിഷയ വിഷധരൈ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേകഃ സുതധന യുവതി സ്വാദ്വസൗഖ്യേ നിഷണ്ണഃ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാധിരൂഢം ക്ഷന്തവ്യോ മേ അപരാധഃ ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ. പ്രൗഢോഹം യൗവനസ്ഥ, യൗവനത്തിൽ വരുമ്പോ പ്രൗഢ എന്നുവെച്ചാൽ ഞാൻ അഭിമാനിയായിട്ട് തീരുകയാണ്. വളരെ അഭിമാനം. എന്താന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഷ്ടിച്ചു പാസ്സായി, ഒരു വിധത്തിൽ +2 കഴിയുമ്പോഴേക്കും ഇത്തിരി കമ്പ്യൂട്ടർ പഠിച്ചു. എനിക്ക് സ്റ്റാർട്ടിങ് 25,000 റുപ്യ ശമ്പളം. അച്ഛന് പാവം റിട്ടയർമെന്റിൽ പോലും, പഴയ കാലത്ത് എഞ്ചിനീയറായി ഗവൺമെന്റ് സർവീസിൽ കയറിയ ആൾക്ക് റിട്ടയർമെന്റിൽ പോലും ഇല്ലാത്ത ശമ്പളമാണ്. അപ്പൊ അഭിമാനം തോന്നും. പ്രൗഢോഹം യൗവനസ്ഥ വിഷയ വിഷധരൈഹി പഞ്ചഭിഹി മർമ്മസന്ധൗ ദഷ്ട. പാമ്പ്, വിഷധരം എന്ന് വെച്ചാൽ പാമ്പ്. പാമ്പ് ചിലപ്പോ കയ്യിലും കാലിലും ഒക്കെ കടിച്ചാൽ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. തലയിലോ കഴുത്തിലോ മർമ്മസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പാമ്പ് കടിച്ചാൽ, കൊത്തിയാൽ അപ്പൊ പോയിപ്പോ. ഇതിപ്പോ എവിടെയാ കടിച്ചിരിക്കുന്ന വെച്ചാൽ 5 മർമ്മസ്ഥാനങ്ങളിലും പാമ്പ് കടിച്ചിരിക്കുന്നു. വിഷയ വിഷധരൈഹി പഞ്ചഭിഹി മർമ്മസന്ധൗ ദഷ്ട. 5 ഇന്ദ്രിയസ്ഥാനങ്ങളിലും കടിച്ചിരിക്കുന്നു യൗവനത്തിൽ. നഷ്ടോ വിവേക, വിവേകം എവിടെയോ പോയി. എന്തിനാ ജനിച്ചത്, ജീവിതത്തിന് എന്തു പ്രയോജനം, എന്തിന് ജീവിക്കണു, എന്താണ് നേടിയെടുക്കേണ്ടത് ഒക്കെ മറന്നുപോയി. സുത ധന യുവതി സ്വാദ്വസൗഖ്യേ നിഷണ്ണ. പുത്രൻ, പണം, സ്ത്രീ സൗഖ്യം, വലിയ വലിയ സ്ഥാനമാനങ്ങള്, അതിനുവേണ്ടിയുള്ള കലഹം, ഇതിലൊക്കെ പോയിട്ട് വിവേകം പോയി. ഭഗവാനെ ഭജിച്ചില്ല. ക്ഷന്തവ്യോമേ അപരാധ ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ. ശരി, പോട്ടെ. ഇതിലൊക്കെ ഭഗവാൻ എഴുതിത്തള്ളും. ഭഗവാൻ ഇൻഫിനിറ്റ് പേഷ്യൻസോടുകൂടെ ഈസ് വെയിറ്റിംഗ്. എത്ര ജന്മങ്ങളായിട്ട് വെയിറ്റ് ചെയ്യണു അല്ലെ, പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കാം. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു ഒരു തമിഴ് പാട്ട്, തമിഴിലെ കൈവല്യ നവനീതത്തില് ഉള്ള പാട്ട്. അയ്യനേ எனதுளே அனந்த ஜன்மங்கள் எனையாண்ட மெய்யனே உபதேசிக்க வெளிவந்த குருவே போற்றி உய்யவே முக்தி நல்கும் உதவிக்கோர் உதவி நாயேன் செய்யுமாறொன்றும் காணேன் திருவடி போற்றி போற்றி.
അനന്തജന്മങ്ങൾ എനതുളേ എനയാണ്ട മെയ്യനെ. എത്രയോ ജന്മങ്ങളായിട്ട് എന്റെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് ഓരോ ചാൻസ് അപ്പപ്പോ തരും. സത്സംഗമായിട്ടും ദിവ്യഗ്രന്ഥങ്ങളുടെ രൂപത്തിലും ദിവ്യക്ഷേത്രങ്ങളായിട്ടും ഒക്കെ ഭഗവാൻ ചാൻസ് നമ്മളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. പക്ഷെ എത്രയോ ജന്മങ്ങൾ നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞു. രാമായണ കാലത്തിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ചിലപ്പോ സേതുബന്ധനത്തിലുള്ള കൊരങ്ങന്മാരുടെ മേലെ ഒരു പേനായിട്ടോ വല്ലതൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. ചിലപ്പോ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുണ്ടാവും. കൃഷ്ണന്റെ കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ട്, ഋഷികളുടെ ഒക്കെ കാലത്തുണ്ടായിരുന്നിട്ടുണ്ട്. നമ്മളുടെ ഈ വ്യാപാരം തുടങ്ങിയിട്ട് കുറെ കാലമായി. അനന്തജന്മങ്ങൾ എന്നതുള്ളേ ആണ്ട മെയ്യനെ. മെയ്യനെ എന്ന് വെച്ചാൽ സത്യസ്വരൂപനെ. ആ ഭഗവാൻ അപ്പൊ ഇൻഫിനിറ്റ് പേഷ്യൻസോടുകൂടെ ഈസ് വെയിറ്റിംഗ് വിത്തിൻ യു. അപ്പൊ വാർദ്ധക്യത്തിലെങ്കിലും ഭജിക്കുവോ എന്ന് വെച്ചാൽ വാർദ്ധക്യേച്ച ഇന്ദ്രിയാണാം വികലഗതിമതി. വാർദ്ധക്യവുമാവുമ്പോഴേക്കും യു ആർ ട്രമെൻഡസ്ലി അറ്റാച്ച്ഡ് ടു യുവർ ബോഡി. ശരീര ഉപാസനയാണല്ലോ ചെയ്തിരിക്കുന്നത്. ജനിച്ചത് മുതൽ മുഖ്യമായി ചെയ്ത ഉപാസനയാണ് ശരീര ഉപാസന. അത് ഫ്രക്ടിഫൈ ആവും. വാർദ്ധക്യം ആവുമ്പോഴേക്കും സഫലം. എന്താന്ന് വെച്ചാൽ ദേഹത്തിലുള്ള വ്യാധികള്, അതിനെക്കുറിച്ച് പറയൽ, കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ, ബുദ്ധിഭ്രമം, പലതും ഓർമ്മയില്ല, ആദി വ്യാധി, പലവിധ പ്രശ്നങ്ങള്, ഇതൊക്കെ ആയിട്ട് പ്രാപ്തൈഹി രോഗൈഹി, അനേകവിധ രോഗങ്ങൾ കൂട്ടിനുണ്ട്. അതും പോരാ, വിയോഗൈഹി, താൻ ആരെയൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നുവോ ഇവരൊക്കെ എനിക്ക് സപ്പോർട്ടായിരിക്കും എന്ന് വിശ്വസിച്ചവര് ഓരോരുത്തര് ഡിമ്മിന് മുമ്പെന്ന് പോണതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കണം. എത്ര അധികം വാർദ്ധക്യകാലം ജീവിച്ചു അത്രയും അധികം ഈ വിയോഗം കാണും. നമ്മളെക്കാളും വയസ്സിന് കുറഞ്ഞവര്, നമുക്ക് സപ്പോർട്ടായിട്ടിരിക്കണവര്, നമ്മൾ ആര് നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചോ അവര് ഒക്കെ പോണതൊക്കെ മുമ്പില് കാണുന്നു. വിയോഗൈഹി വ്യസന കൃഷതനുഹു. ഉള്ളിൽ കുറെ വ്യസനിച്ചു. എന്നാ ജപം പലതും ചെയ്യോ? ജപ്തിഹീനഹ. ജപവും ഇല്ല, യാതൊന്നുമില്ല, ഒക്കെ പോയി. എന്താന്ന് വെച്ചാ ഇത്ര കാലം ഭജിച്ചിട്ട് ഇപ്പൊ എന്ത് കണ്ടു? വിശ്വാസവും പോയി, ശ്രദ്ധയും പോയി. ജപ്തിഹീനശ്ച ദീനഹ. എന്നാ ചില കാര്യമൊന്നും പോണില്ല. ജപം പോയി, സന്ധ്യാവന്തനം പോയി, ഭഗവാനെ ആരാധിക്കണതൊക്കെ പോയി. പിന്നെ എന്താ പോവാത്തെന്ന് വെച്ചാൽ മിഥ്യാമോഹാഭിലാഷൈ ഭ്രമതി മമ മനഃ. ഇനിയും പെൻഷൻ കൂടണതിനെ കുറിച്ചുള്ള ഭാവന. അത് ഇടയ്ക്കിടയ്ക്ക് പേപ്പറിൽ എടുത്ത് നോക്കും. ചിലരൊക്കെ 85 വയസ്സ് കഴിഞ്ഞിട്ട് ഷെയർ മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ നമ്മളുടെ പുരാണ ഭാഷയിൽ പറഞ്ഞാൽ നരകത്തിൽ ഏത് ശിക്ഷയോ കൊടുക്കുക എന്നറിയില്ല. മിഥ്യാമോഹാഭിലാഷൈ. ആ വയസ്സായിട്ടും മിഥ്യാന്ന് വെച്ചാൽ ഒരു പ്രയോജനമില്ലാത്ത, യൂസ്ലെസ് ആയിട്ട് ഒരിക്കലും സാധിക്കാൻ പോകുന്നുമില്ല, വെറുതെ ഭാവനയിൽ മാത്രമുള്ള മോഹം അഭിലാഷങ്ങളും വെച്ചുകൊണ്ട് ഭ്രമതി മമ മനഃ. മനസ്സിങ്ങനെ ഭ്രമിക്കാം എന്നുവെച്ചാൽ ഇതൊക്കെ കുറ്റം പറയാൻ വേണ്ടി ആചാര്യസ്വാമികൾ പറഞ്ഞതല്ല. എല്ലാരിലും ഈ അപരാധം കുറച്ചെങ്കിലും ഉണ്ടാവും. ടിൽ വി അറ്റൈൻ റിയലൈസേഷൻ. നമ്മൾ അടുത്തുള്ള ആളുകളെ നോക്കുകയേ വേണ്ട, നമുക്കാണത്. അതുകൊണ്ട് ഇങ്ങനെ അവൻ ചെയ്യണു എന്നല്ല പറഞ്ഞത്. ഈ ശ്ലോകത്തിലൊക്കെ ഭഗവാനെ ഞാൻ ചെയ്യണമല്ലോ, ഭഗവാനെ ഞാൻ ചെയ്യണമല്ലോ. നമ്മൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു ആ സ്റ്റേജില് നമ്മൾ പോരാ. നമ്മൾ എവിടെ നിൽക്കണു അവിടെ നമ്മൾ പോരാ. ഭഗവാനെ ഇനിയും പ്രാപിച്ചില്ലല്ലോ, നേടിയില്ലല്ലോ. അസാരേ സംസാരേ നിജഭജന ദൂരേ ജഡധിയാം ഭ്രമന്തം മാം അന്ധം പരമകൃപയാ പാതും ഉചിതം മദന്യഃ കോദീനഃ തവ കൃപണരക്ഷാതി നിപുണഃ ത്വദന്യഃ കോ വാ മേ ത്രിജഗതി ശരണ്യഃ പശുപതേ. എന്നെ പോലെ ദീനനായിട്ട് ഒരാളും ഇല്ല. നമുക്ക് തമ്മിൽ അങ്ങനെ ഒരു സംബന്ധമുണ്ട്.
കൃപണരക്ഷാതി നിപുണ. എല്ലാരും തള്ളിക്കളഞ്ഞ് എല്ലാ ഹോസ്പിറ്റൽസിലും ഇനി രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു പേഷ്യന്റിനെ തള്ളിക്കളഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഡോക്ടർ രക്ഷപ്പെടുത്തിയാൽ ആ ഡോക്ടറിന് പേര്. നല്ല നല്ല ഭക്തന്മാരെയൊക്കെ വെച്ചുകൊണ്ട്, നല്ല യോഗ്യതയുള്ളവരെയൊക്കെ വെച്ചുകൊണ്ട് അവിടുന്ന് ഭക്തവത്സലനാണ് എന്ന് പറയണതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എനിക്ക് യാതൊരു യോഗ്യതയില്ലാത്ത പോക്ക് കേസാണ് ഞാന്. മതന്യകോദീന, എന്നെക്കാളും ചുവട്ടിൽ കിടക്കുന്ന ആള് വേറെ ആരുമില്ല. മഹാഭക്തന്മാർ, ശങ്കരാചാര്യരാണ് പറയണത്, എന്നെക്കാളും ചുവട്ട് കിടക്കുന്ന ഭക്തന്മാർ ആരുമില്ല. രമണ ഭഗവാൻ അക്ഷരമണമാലയിലെ ഒരു പാട്ടിലെ ചൊല്ലുക, എൻ പോലും ദീനറൈ ഇൻപുറക്കാത്ത് നീ എന്നാളും വാഴ്ന്തരുൾ അരുണാചല. ജ്ഞാനികളുടെ ഭക്തിയാണത്. ജ്ഞാനികൾക്ക് ശരീരതലത്തിൽ ലോകതലത്തിൽ ദൈന്യഭാവമാണ്, ഭഗവാന്റെ മുമ്പിൽ ദൈന്യഭാവമാണ്. അപ്പോ കൃപണരക്ഷാതി നിപുണ, കൃപണന്മാരെ രക്ഷിക്കുന്നവൻ, ദീനന്മാരെ രക്ഷിക്കുന്നതിൽ അവിടത്തെക്കാളും വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് സംസാരത്തില് പെട്ടിട്ട് ഇരുതലൈക്കൊള്ളി നടു എറുമ്പ്, திருவாச்சகத்துல மாணிக்கவாசகர் சொல்றார், ஒரு கொள்ளியில 2 பக்கம் நெருப்பு பத்தின்னு இருக்கு, நடுவில் ஒரு எறும்பு மாட்டின்டா எப்படி இருக்கும்? அந்த மாதிரி 2 വശത്തും തീ പിടിച്ച ഒരു വിറക്, നടുവിൽ കുടുങ്ങിയ ഉറുമ്പ് പോലെ. അത്ര കണ്ട് ഭയങ്കരം എന്നാണ് ചുറ്റും. അങ്ങനെ ഇരിക്കുമ്പോ ഭഗവാൻ അല്ലാതെ വേറെ എന്താ വഴിയുള്ളത്? ഭഗവാന്റെ കൃപയല്ലാതെ എന്താ വഴിയുള്ളത്? ആ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജീവൻ ശരണാഗതി ചെയ്യുന്നു. ആ ശരണാഗതി ചെയ്യുമ്പോ ഭഗവാന്റെ കൃപയുടെ സാക്ഷാത്കാരം ഉണ്ടാവും ഈ ജീവന്. ഈ കൃപാസാക്ഷാത്കാരം എന്നൊന്നുമുണ്ട്. ശൈവ സിദ്ധാന്തത്തിൽ അവർ പറയും, ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം, കൃപാസാക്ഷാത്കാരം. ഈ കൃപാസാക്ഷാത്കാരം എല്ലാറ്റിനും മേലെയാണ്. എന്നുവെച്ചാൽ അവിടെ സമ്പൂർണമായി ജീവന്റെ അഹങ്കാരം അസ്തമിക്കും. കൃപ വരുമ്പോഴാണ് നമ്മൾ ഭഗവാനെ പിടിക്കുന്നത്. ജീവൻ തന്റെ അഹന്തയും തന്റെ ശരീരവും തന്റെ മനസ്സും തന്റെ ബുദ്ധിയും ഒക്കെ പിടിവിട്ട് അഖണ്ഡമായ ആ വസ്തുവിനെ ഗ്രഹിക്കുന്നത് അപ്പോഴാണ്. കൃപയെ ആശ്രയിച്ചുകൊണ്ടാണ് ജ്ഞാനികൾ, ജീവൻ മുക്തന്മാരായിട്ടുള്ളവരൊക്കെ ലോകത്തിൽ ജീവിക്കുന്നത്. അപ്പൊ ആ കൃപയ്ക്ക് വേണ്ടി ഈ ജീവൻ പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലായാലും ഭഗവാനെ ഭജിക്കണില്ലല്ലോ, എനിക്കറിഞ്ഞാ മതി, എനിക്ക് ഭക്തി വരണില്ലല്ലോ, എനിക്ക് ആത്മാനുഭവം ഉണ്ടായില്ലല്ലോ, എനിക്ക് വയസ്സായിക്കൊണ്ടേ പോകണമല്ലോ ഭഗവാനെ. എന്തോ ഭഗവത്ഗീത പഠിച്ചു, കുറെ നോട്ടൊക്കെ എഴുതിയെടുത്തു, കുറെ എന്തൊക്കെയോ പ്രാണായാമം ചെയ്തു, എന്തൊക്കെയോ ടെക്നിക്കൊക്കെ ചെയ്തു, ഒന്നും നടക്കണില്ലല്ലോ ഭഗവാനെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയണം, വെറുതെ നടക്കില്ല. ഉള്ളിലൊന്ന് ഉരുക്കിയെടുക്കണം, ഉള്ളിലൊന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഭഗവത്ഗീതയിലേക്ക് കടക്കാൻ. ഉരുകിയാലേ ജ്ഞാനം തെളിയുള്ളൂ. ഭക്ത്യാ മാം അഭിജാനാതി. അതിനാണ് കർമ്മസന്യാസ യോഗത്തിലേക്ക് കടക്കുമ്പോ ഭക്തിയോടെ കടക്കണം. ഭഗവാൻ ഗീതയിലും പറയണു, ഭക്തിയോടെ ആര് ഈ ശാസ്ത്രത്തിനെ പഠിക്കുന്നുവോ അവർക്കിത് നല്ലവണ്ണം തെളിയും. ഭക്തനും സഖാവുമായതുകൊണ്ട് നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാം എന്നൊക്കെയാണ് ഭഗവാൻ ഇതിൽ പറയണത്. രഹസ്യം ഹിയേതദുത്തമം, ഏറ്റവും രഹസ്യമാണ് ഈ അധ്യായത്തിൽ വരാൻ പോകുന്നു. ഈ രഹസ്യമായ ഈ വിഷയത്തിനെ നീ എനിക്ക് പ്രിയപ്പെട്ട ഭക്തനായതുകൊണ്ട് നിനക്ക് പറഞ്ഞു തരാം എന്ന് വെച്ചാൽ, എന്നെങ്കിലുമൊക്കെ ഹിസ്റ്ററിയിലും ഉണ്ടായിരുന്ന ഒരു അർജുനൻ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് ഉപദേശിച്ചു എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം? അതല്ല അതിന്റെ അർത്ഥം. നമ്മള് ഭക്തന്മാരാവുമ്പോ, നമ്മളുടെ ഹൃദയം ഭാവസ്പന്ദനം ഉണ്ടാകുമ്പോ, നമ്മളുടെ ഉള്ളിൽ അഹങ്കാരത്തിനോടുള്ള ആശ്രയം, നമ്മളുടെ വ്യക്തിത്വത്തിനോടുള്ള ആശ്രയത്തിന്റെ പിടി വിട്ടുപോകുമ്പോ ഈ സിദ്ധാന്തങ്ങളൊക്കെ നല്ലവണ്ണം തെളിയും. നമ്മളെ നമ്മൾ തന്നെ കാണും, തെളിഞ്ഞ കണ്ണുകൊണ്ട് കാണും. ഭക്തി കൊണ്ട് ചിത്തം ശുദ്ധമാകുമ്പോ ഭക്തിയാ ജ്ഞാനം പ്രജായത്തെ. അപ്പൊ അനുഭൂതി ജ്ഞാനം ഉണ്ടാവും, വെറുതെ ബുദ്ധി കൊണ്ടുള്ള ജ്ഞാനമല്ല. പക്ഷെ അതിന് കരയണം. എത്ര കാലമായി ഭഗവാൻ ഈ ഗീത പഠിക്കാൻ തുടങ്ങിയിട്ട്? എന്തൊക്കെയോ സാധന ചെയ്തു, ഒന്നും നടക്കണില്ലല്ലോ. ഇത്തന്തിരത്തിൽ കണ്ടും എന്തിരുന്തോർക്ക്
മാണിക്യവാചകസ്വാമികൾ ഒരു പാട്ടിൽ പറയണു, ഈ തന്ത്രം കൊണ്ട് ഞാൻ ഭഗവാനെ പിടിക്കുമെന്ന് വിചാരിച്ചു, എനിക്കൊന്നും നടന്നില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലൊരു ഭാവം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം ഗീതയിലേക്ക് പ്രവേശിക്കാൻ. ഈ അധ്യായം സാധാരണ നോട്ടീസിലിടുമ്പോ, ഇതിന്റെ പേരിട്ടിട്ടുണ്ടോ? ഉണ്ടോ നോട്ടീസില്? പേര് പോട്ടിരിക്കല? സാധാരണ ഈ നോട്ടീസിൽ ഈ പേരിടില്ല, പേടിയാ ആളുകൾക്ക്. എന്താന്ന് വെച്ചാല് കർമ്മസന്യാസയോഗം എന്നാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാ. അതിന്റെ കൂടെ കർമ്മവും കൂടെ ചേർന്നാൽ കർമ്മത്തിനെ സന്യസിക്കുക, അതാണ് ഈ അധ്യായം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം പേടി തോന്നും. അതുകൊണ്ട് സാധാരണ 4-ാം അധ്യായം എന്നേ ഇടുള്ളൂ, കർമ്മസന്യാസയോഗം എന്ന് ഇടില്ല. അവസാനത്തെ അധ്യായത്തിന് മോക്ഷസന്യാസയോഗം എന്നാണ് പേര്. അതൊന്നും പേരൊന്നും പുറത്തിട്ടില്ല. സന്യാസം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പേടിക്കും. ഇന്നൊക്കെ വളരെ കാച്ചി ടൈറ്റിലായിട്ട് കൊടുക്കണം. സെൽഫ് ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറെ ചെറുപ്പക്കാരൊക്കെ വന്നിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് പേഴ്സണാലിറ്റി എറേസിംഗ് ആണ്. പേഴ്സണാലിറ്റി ഇല്ലാതാവലാണ് ആധ്യാത്മികത, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ല. അപ്പോ ഈ അധ്യായത്തിന് കർമ്മസന്യാസയോഗം എന്നാണ് പേര്. ഇതിനു മുമ്പിലത്തെ അധ്യായം എന്താ? കർമ്മയോഗമാണ്. കഴിഞ്ഞു. ഗതം ഗതം സർവം ഉപേക്ഷണീയം. കർമ്മയോഗം ആണ് കഴിഞ്ഞ അധ്യായം. എല്ലാം യോഗമാണ്. ഗീതയിൽ മുഴുവൻ യോഗമാണ്. കർമ്മമല്ല, യോഗമാണ്. കർമ്മസന്യാസമല്ല, യോഗമാണ്. ധ്യാനമല്ല, യോഗമാണ്. ജ്ഞാനമല്ല, യോഗമാണ്. എന്തൊക്കെ ആയാലും ഭഗവാൻ പറയണത് എന്താണെങ്കിലും അതെ, അത് നിങ്ങളെ യോഗത്തിൽ ഇരുത്തണം. തസ്മാത് യോഗീഭവാർജുന. യോഗം എന്ന് വെച്ചാൽ എന്താ? സമത്വം യോഗമുച്യതേ. ഒരിക്കലും ചലിക്കായ്മ. എന്ത് തന്നെ നടക്കട്ടെ, എന്തൊക്കെ തന്നെ നടന്നാലും ചലിക്കായ്മയാണ് യോഗം. യോഗ കർമ്മസു കൗശലം എന്ന് ഭഗവാൻ ഒരിടത്ത് പറയുന്നു. കർമ്മസു കൗശലം കിം യോഗ, അങ്ങനെയാണ് ആചാര്യസ്വാമികളുടെ വ്യാഖ്യാനം. എന്താണ് യോഗ കർമ്മസു കൗശലം എന്നൊരു ശ്ലോകം. അപ്പോ അതിന് സാധാരണ അർത്ഥം പറയണത് യോഗം എന്ന് വെച്ചാൽ കർമ്മത്തിൽ കുശലതയാണ് എന്നാണ് അർത്ഥം പറയാം. അങ്ങനെ പറഞ്ഞാൽ തെറ്റിപ്പോവും. കർമ്മത്തിൽ കുശലത എന്ന് വെച്ചാൽ സ്കിൽഫുൾനെസ് ഇൻ ആക്ഷൻ ഈസ് യോഗ. കർമ്മം ഭംഗിയായിട്ട് ചെയ്യലാണ് യോഗം എന്ന് വെച്ചാൽ, ഇന്ന് എത്ര ആളുകളാ കർമ്മം ഭംഗിയായിട്ട് ചെയ്യണത്? അവരൊക്കെ യോഗികളാവോ? കർമ്മമൊക്കെ ഭംഗിയായിട്ട് ചെയ്യും, പക്ഷെ ഉള്ളിൽ മുഴുവൻ വെന്ത് നീറിക്കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഒരു കാര്യമില്ല, മനസ്സിനൊരു സമാധാനമില്ല, ശാന്തിയില്ല. അതിനാണ് ആചാര്യസ്വാമികൾ അതിന്റെ രീതി അങ്ങോട്ട് മാറ്റിയിട്ടാണ് ഭാഷ്യം. യോഗ കർമ്മസു കൗശലം കിം. എന്താണ് കർമ്മസു കൗശലം? കർമ്മത്തിൽ കുശലത എന്താ? യോഗ. എന്തൊക്കെ തന്നെ കർമ്മം ചെയ്താലും, എങ്ങനെയൊക്കെ തന്നെ കർമ്മം ചെയ്താലും യോഗസ്ഥിതി നഷ്ടപ്പെടാതിരിക്കുന്നതാണ് കൗശലം. കർമ്മം പ്രാരബ്ധമാണ്. ലോകത്തിൽ എന്തൊക്കെയോ നമ്മളുടെ പ്രാരബ്ധത്തിനനുസരിച്ച് ഈ ശരീരം വരുമ്പോ ഈ ശരീരത്തിന് പലതും ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഓരോ ശരീരവും ഈ ലോകത്തിലേക്ക് വരുമ്പോ അതൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിട്ടാണ് വരുന്നത്. ഒന്നും മാറ്റാൻ പറ്റില്ല. ദേഹത്തിന്റെ തലത്തിൽ there is determinism. പക്ഷേ ഡിറ്റർമിനിസത്തിനെ നിങ്ങൾ ഫിലോസഫിയാക്കിയാൽ തൊലഞ്ഞു നാറിപ്പോകും. ശരീരത്തിന്റെ തലത്തിൽ there is determinism. ശരീരം ജനിച്ചു, ശരീരം വളരുന്നു, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നും പോവില്ല. എന്തൊക്കെ വരാനുണ്ടോ അതൊക്കെ ദേഹത്തിന് വരും. പക്ഷേ ഈ ദേഹം ഞാനല്ല. ദേഹത്തിന് എന്തൊക്കെ തന്നെ വന്നാലും അത് എന്നെയല്ല ബാധിക്കണത്. ദേഹത്തിന് എന്തൊക്കെ തന്നെ പ്രാരബ്ധം അനുഭവിക്കേണ്ടി വന്നാലും അതുകൊണ്ട് ഞാൻ ബാധിക്കപ്പെടില്ലെങ്കിൽ യോഗസ്ഥിതി എനിക്കുണ്ട്. സ്വാതന്ത്ര്യവും അവിടെ ഉണ്ട്. ഒരു തലത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, ഒരു തരത്തിൽ പ്രാരബ്ധമുണ്ട്. ശരീരാദി ഉപാധികളെ പ്രാരബ്ധത്തിന് വിട്ടുകൊടുത്ത് സ്വതന്ത്രനായിട്ട് ഇരിക്കലാണ് യോഗം. എന്തൊക്കെ തന്നെ നടന്നാലും ആ സെന്ററിൽ നിന്നും യു ആർ നെവർ ഡീസെൻട്രലൈസ്ഡ്.
ആ സെൻട്രലിൽ നിന്നും നമ്മൾ ചലിക്കണേയില്ല. മാത്രമല്ല ഞാൻ എന്നുള്ള അഹങ്കാരം ഉദിക്കണേയില്ല. എന്നാൽ യോഗമായി. ആ യോഗത്തിലേക്ക്, അതിനും പേരാണ് കൗശലം, കുശലത. നമ്മള് മലയാളത്തിലെ സാധാരണ ഒരു വിവർത്തനം ചെയ്ത സൂത്രം എന്നർത്ഥം. കൗശലക്കാരനായ കുറുക്കൻ എന്ന് ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാളത്തിലൊരു കഥയുണ്ട്. കുറുക്കനെ കൗശലക്കാരൻ എന്നാണ്. അതെന്തിനാന്ന് വെച്ചാൽ കോഴിയെ പിടിക്കുകയോ ആരെങ്കിലുമൊക്കെ പറ്റിക്കുകയോ ചെയ്യുന്നതിന് ക്ലവർ എന്നുള്ള ഇംഗ്ലീഷ് അർത്ഥത്തിലാണ് കൗശലക്കാരൻ. പക്ഷെ ഇവിടെ ആ അർത്ഥമല്ല. ലോകത്തിലുള്ള ഒന്നും എന്നെ ഹർട്ട് ചെയ്യാതെ, യാതൊന്നും എന്നെ ബാധിക്കാതെ, യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ നിൽക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രത്തിന് പേരാണ് യോഗം. ആ സൂത്രം എങ്ങനെ സമ്പാദിക്കും? ആ യോഗം എങ്ങനെ സമ്പാദിക്കും? അതിനാണ് ഭഗവാൻ ഗീതയില് 2 മാർഗങ്ങളെ പറഞ്ഞുള്ളൂ. ഭക്തി എന്നൊരു മാർഗം ഭഗവത്ഗീതയിലില്ല. ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ ആശ്ചര്യം തോന്നും. ഭക്തി എന്ന് പ്രത്യേകമായൊരു മാർഗം ഭഗവത്ഗീതയിലില്ല. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാപ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ജ്ഞാനയോഗവും കർമ്മയോഗവും 2 യോഗമേ ഉള്ളൂ ഗീതയിൽ. ദ്വിവിധാനിഷ്ഠ 12ാമത്തെ അധ്യായത്തിന് ഭഗവത്ഗീതയിൽ ഭക്തിയോഗം എന്നാണ് പേര്. ആ 12ാമത്തെ അധ്യായത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് കാണാം കർമ്മയോഗം തന്നെയാണ് ഭക്തിയോഗം. അവിടെ കർമ്മം ജഗത്ത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപമായി വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തിട്ടാണ് 11ാമത്തെ അധ്യായത്തിൽ ജഗത്തിനെ മുഴുവൻ ഭഗവാൻ തന്റെ സ്വരൂപമായി കാണിച്ചു കൊടുത്തിട്ടാണ് 12ാം അധ്യായത്തിൽ ഭക്തിയോഗത്തിന് ആരംഭിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള ഭക്തിയൊന്നും ഭഗവാൻ അവിടെ പറഞ്ഞില്ല. അതിനർത്ഥം അത് നിഷിദ്ധമെന്നല്ല. പക്ഷെ ഗീതയുടേതായ ഒരു മാർഗമുണ്ട്, അതാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഭക്തി എന്ന് പറയുന്ന ഭാവം, പ്രേമം, അത് ജ്ഞാനത്തിലും വേണം, കർമ്മത്തിലും വേണം, എല്ലാത്തിലും വേണം. പക്ഷെ അതൊരു സ്വതന്ത്ര മാർഗമായിട്ട് ഭഗവാൻ പറഞ്ഞില്ല. ഏത് മാർഗത്തിനും അത് പുറകെ വേണം. ഭാവം, പ്രേമ, പ്രിയം, അത് സെന്ററാണ്. വാസ്തവത്തിൽ ജ്ഞാനത്തിന് ശേഷം വരുന്നതാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രമാണം കാണിച്ചിട്ടേ ഞാൻ വരുവുള്ളൂ, ഒന്നും വെറുതെ ഒന്നും പറയില്ല. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. പരാഭക്തിയെ ഭഗവാൻ ഗീതയിൽ തന്നെ എടുത്തു പറയുന്നു. ബ്രഹ്മഭൂതനായ ശേഷം എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരത്തിന് ശേഷം നേടുന്നു എന്നാണ് പരാഭക്തി. അപ്പൊ ആ ഭക്തി വേറെ, നമുക്ക് അറിയുന്ന ഭക്തി അല്ലാതെ. നമ്മൾ ഭക്തി എന്താന്ന് അറിയില്ല എന്ന് ഭാവിച്ച് അതിലേക്ക് പ്രവേശിച്ചാൽ ഭക്തിയെ കണ്ടുപിടിക്കും. എനിക്ക് ഭക്തി അറിയാം, അമ്പലത്തിൽ പോണതാണ്, നാമം ജപിക്കുന്നതാണ്, പൂജ ചെയ്യണതാണ്, അർച്ചനയ്ക്ക് കൊടുക്കുന്നതാണ്, പ്രദക്ഷിണം വെക്കുന്നതാണ്, ഇതൊക്കെയാണ് ഭക്തി, എനിക്ക് അറിയാം എന്ന് തീരുമാനിച്ചാൽ ഭക്തി അറിയില്ല. ത്യാഗരാജസ്വാമികളെ ഒരു കീർത്തനത്തിൽ പറയുന്നു, രാമ എനിക്ക് ഭക്തി എന്താന്ന് അറിയില്ല എന്നാണ്. തെളിയലേതു രാമ ഭക്തിമാർഗം. ഭക്തിമാർഗം എന്താന്ന് എനിക്കറിയില്ല, രാമഭക്തി എന്താന്ന് എനിക്കറിയില്ല. അപ്പോ അറിയില്ല എന്ന് പറഞ്ഞു പോണം. അപ്പൊ ഭക്തി എന്ന് പ്രത്യേക ഒരു മാർഗത്തിനെ ഭഗവാൻ പറഞ്ഞില്ല. ഒരേ ഒരു മാർഗമേ ഉള്ളൂ, തന്നിലുള്ള സത്യത്തിനെ കണ്ടെത്തുക. സത്യം തന്നിലുണ്ട്, ആദ്യം അത് സ്വീകരിക്കണം. സത്യം നമ്മൾ പുറത്തൊന്നും അന്വേഷിച്ച് ഒരു കാലത്തും കണ്ടെത്താൻ സാധ്യമല്ല. ഉപാസനയ്ക്കായിട്ട് പുറത്തൊരു മൂർത്തിയെ വെക്കാം, ഉപാസനയ്ക്കായിട്ട് പുറത്ത് ശിവനെയോ വിഷ്ണുവിനെയോ ആരെ വേണമെങ്കിലും നമുക്ക് എവിടെ പ്രിയം തോന്നുന്നു അവിടെ ധ്യാനിക്കുകയും പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അവസാനം ഉപാസിക്കുന്ന മൂർത്തിയിൽ നിന്നും ഉപാസിക്കുന്നവൻ തന്നിലേക്ക് വന്നാകണം. ഉപനിഷത്തുകളൊക്കെ അങ്ങനെയാണ് ഭക്തിയെ കൊണ്ടുവന്നിരിക്കുന്നത്. നേദം യതിതം ഉപാസത്തെ, ഏതുള്ളത് കൊണ്ടാണോ നീ ഉപാസിക്കണത് അതാണ് ബ്രഹ്മം, അല്ലാതെ നീ ഉപാസിക്കുന്ന വസ്തുവല്ല.
ഉപാസിക്കുന്നവൻ ആരാണ്? ഉപാസിക്കുന്ന ഞാൻ ആരാണ്? ഈ ഉപാസന എവിടെയാ നടക്കുന്നത്? എനിക്ക് ഭഗവാനെ മുമ്പിൽ വെച്ചുകൊണ്ട് എനിക്ക് പ്രേമം വരുന്നു, ഭാവം വരുന്നു. ഭാവം എവിടെ വരുന്നു? അവിടെ വരുന്നു, ഇവിടെ വരുന്നു. ഉപാസിക്കുന്ന മൂർത്തി അവിടെ ഇരിക്കുന്നു, ഭാവം എനിക്ക് ഇവിടെയാണ് വരുന്നത്, ഹൃദയത്തിലാണോ ഉണ്ടാവുന്നത്. എല്ലാ ഭാവങ്ങളും ആത്മാവിൽ നിന്നാണോ ഉണ്ടാവുന്നത്, ബോധത്തിൽ നിന്നാണോ ഉണ്ടാവുന്നത്, തന്നിലാണോ ഉണ്ടാവുന്നത്. ആ തന്നിലേക്ക് വന്നാകണം. തന്നിൽ വന്നാൽ ഭക്തി ഒരിക്കലും നഷ്ടപ്പെടില്ല. തസ്യ അഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. ഭഗവാൻ തന്നെ പറയുന്നു, ഭക്തിയെ ഈ അർത്ഥത്തിൽ അറിഞ്ഞാൽ അവന്റെ ഭക്തി ഒരിക്കലും നശിച്ചു പോല. അവന് ഭഗവാൻ ഒരിക്കലും അവനെ വിട്ട് മറിയില്ല. എപ്പോഴും ഭഗവാൻ അവന് സിദ്ധമാണ്. തന്നിൽ തന്റെ തന്നെ സ്വരൂപമായി ഒരിക്കലും വിട്ടുമാറാത്ത ഭഗവത് അനുഭൂതി ആ ഭക്തന് ഉണ്ടാകും. അപ്പൊ ഭക്തി തന്നിൽ ഉണ്ടാവണം. ഭഗവാൻ നമ്മൾ തിരയുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള വസ്തു, ആ സർവേശ്വരൻ. ഏതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നൊന്നും കിട്ടാൻ ബാക്കി ഉണ്ടാവില്ലയോ? യൽ ലാഭാത് ന അപരോ ലാഭ, യത് സുഖാത് നാപരം സുഖം, യത് ജ്ഞാനാത് ന അപരം ജ്ഞാനം, തത് ബ്രഹ്മേതി അവധാരയേത്. ഏതൊരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു സുഖം കിട്ടാനില്ലയോ? ഏതൊന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ത്രിഭുവന വിഭവഹേതവേപി അകുണ്ഠസ്മൃതി അജിതാത്മസുരാദിഭിർവിമൃഗ്യാത് ന ചലതി ഭഗവത് പദാരവിന്ദാത് ലവനിമിഷാർദ്ധമപി യസ്സ വൈഷ്ണവഗ്രഹ. ഭാഗവതം പറയണത് ആരാണ് വൈഷ്ണവോത്തമൻ എന്നുവെച്ചാൽ ത്രിഭുവന വിഭവഹേതവേപി, മൂന്ന് ലോകത്തിലും ഒരിടത്തും കിട്ടാത്ത സകല വിഭവങ്ങളും മുമ്പിൽ കൊണ്ടുവച്ചാലും ലവനിമിഷാർദ്ധമപി ന ചലതി ഭഗവത് പദാരവിന്ദാത്, ഭഗവാന്റെ പാദാരവിന്ദത്തിനെ വിട്ടിട്ട്. പാദാരവിന്ദം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഭാവന ചെയ്യും. രമണ മഹർഷിയോടത്ത് പറയുന്നു, എന്താണ് ഈ ഭഗവാന്റെ പാദം? ഭഗവാൻ കാലെവിടെ? നമ്മൾ പിന്നെ പുറത്തൊരു കാലിനെ അന്വേഷിച്ചുകൊണ്ട് പോകണം. ഭാവതലത്തിൽ നമുക്കൊരു കാലൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ശരി. പക്ഷെ എപ്പോഴും പുറത്തൊരു കാലിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു ഭക്തൻ ഒരിക്കൽ പറഞ്ഞു, മഹർഷിയുടെ അടുത്ത് പറഞ്ഞു, ഭഗവാന്റെ കാലെനിക്ക് തൊട്ട് നമസ്കരിക്കണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈ കാല് ഇപ്പൊ ഉണ്ടാവും, കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. എത്ര കാലം ഈ കാലിനെ പിടിച്ചോണ്ടിരിക്കും? എവിടെ അഹങ്കാരം ഉദിക്കണില്ലയോ അതാണ് ഭഗവാന്റെ പാദം. അഹങ്കാരം അടങ്ങുന്ന അനുഭൂതി മണ്ഡലമാണ് ഭഗവാന്റെ പാദം. അതുകൊണ്ട് ഞാൻ എന്നുള്ള അഹങ്കാരം ഉദിക്കാതെ ഇരുന്നാൽ നമസ്കാരമായി. അതിന് പേരാണ് നമസ്കാരം. അഹങ്കാരത്തിന്റെ അടക്കമാണ് നമസ്കാരം. അപ്പൊ ഭഗവാന്റെ ആ സ്ഥിതിയിൽ നിന്നും യാതൊന്നുകൊണ്ടും ചലിക്കാത്തവൻ, ലവനിമിഷാർദ്ധമപി, സകല വസ്തുക്കളെയും നചികേതസിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു യമൻ. എല്ലാം എടുത്തോളുക. ദാ ദേവസ്ത്രീകളൊക്കെ ഉണ്ട്, രഥമുണ്ട്, വലിയ വലിയ കൊട്ടാരമൊക്കെ ഉണ്ട്, ഒക്കെ എടുത്തോളുക. ഇമാ രാമാഹ സരഥാഹ സതൂര്യാഹ നഹീദൃശാലംഭനീയാ മനുഷ്യൈഹി ആഭിർമത് പ്രത്താപി പരിചാരയസ്വ. ഹേ നചികേതസേ, ഇത്ര സുന്ദരികളായ അപ്സര സ്ത്രീകളെ നിനക്ക് ഭൂമിയിൽ കിട്ടില്ല. ഈ രഥമൊന്നും നീ ഭൂമിയിൽ കാണില്ല. ഇത്തരത്തിലുള്ള കൊട്ടാരങ്ങളൊന്നും ഭൂമിയിൽ കിട്ടില്ല. ഇതൊക്കെ ജ്ഞാനത്തിനിടയിൽ വരുന്ന ടെംപ്ടേഷൻസ് ആണത്രേ. ശിവാനന്ദ സരസ്വതി സ്വാമിക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു, സ്വാമി വെങ്കടേശാനന്ദ. വലിയൊരു മഹാത്മാവാണ്. അദ്ദേഹം പുറംനാട്ടിൽ എവിടെയോ ആണ് താമസിച്ചത്. അദ്ദേഹത്തിന്റെ പതഞ്ജലി യോഗസൂത്ര വ്യാഖ്യാനമുണ്ട്, വളരെ നന്നായിരിക്കും. അതില് പുതിയ രീതിയിലാണ് സ്വാമികൾ പതഞ്ജലി യോഗസൂത്രത്തിന് വ്യാഖ്യാനിക്കുന്നത്. അതിലൊരു ചെറിയൊരു അനക്ഡോട്ട് ഒരിടത്ത് പറയണു. ഒരു പയ്യൻ, ഒരു യുവാവ് സ്വാമിയോട് ചോദിച്ചു അത്രേ, സ്വാമി ഈ പുരാണങ്ങളിലൊക്കെ പറയണു ഋഷികളൊക്കെ തപസ് ചെയ്യുമ്പോ അപ്സര സ്ത്രീകളൊക്കെ വന്ന് ഡാൻസ് ചെയ്യും, നർത്തനം ചെയ്യും, പല വിധത്തിലൊക്കെ ആകർഷിക്കുന്നൊക്കെ പറയണു. അതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുവോ? അപ്പൊ സ്വാമി പറഞ്ഞു, അന്നത്തെ കാലത്ത് നടന്നു, അതേപോലെ ഇന്നത്തെ കാലത്ത് നടക്കും. പക്ഷെ അത് വേറെ രീതിയിൽ നിങ്ങൾ വിചാരിക്കണ പോലെ ആയിരിക്കില്ല, എന്നാലും നടക്കും. അതൊക്കെ അതേപോലെ ഉണ്ടാവും. അത്തരത്തിൽ പല വിധത്തിലുള്ള ആകർഷണങ്ങളും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തപസ് ചെയ്യണം. ടെംപ്ടേഷൻ, വഴിയിലുള്ള ടെംപ്ടേഷൻ ഈസ് മോർ ടെംപ്റ്റിംഗ് ദാൻ ദ ഗോൾ. ഇങ്ങനെ പല വസ്തുക്കളും മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടും ഒരു ക്ഷണനേരം പോലും താൻ കണ്ടെത്തിയ സത്യത്തിൽ നിന്നും ഭഗവാനിൽ നിന്നും യവന്റെ ചിത്തം അല്പം പോലും വ്യതിചലിക്കുന്നില്ലയോ സ വൈഷ്ണവാഗ്രഹ.
അവന് വൈഷ്ണവോത്തമൻ, ഭാഗവതോത്തമൻ, ഭക്തൻ, ജ്ഞാനി എന്നൊക്കെ പറയാം. എന്തൊക്കെ തന്നെ കൊണ്ടു കൊടുത്താലും ശരി. നിധിസാല സുഖമാ രാമുനി സന്നിധി സേവാ സുഖമാ. ഈ ധനത്തിലൊക്കെ എന്ത് സുഖമുണ്ട്! അതിലൊന്നും മനസ്സൽപ്പം പോലും ആരുടെ വ്യതിചലിക്കാതിരിക്കുന്നു. അവനാണ് ഭക്തൻ, ജ്ഞാനി എന്ന പേരിനൊക്കെ അർഹനായിട്ടുള്ളത്. അപ്പൊ അതാണ് യോഗസ്ഥിതി. ആ യോഗസ്ഥിതി തന്റെ ഉള്ളിലുള്ള ആ സത്യത്തിനെ കണ്ടെത്തുക, സത്യം തന്നിലുണ്ട് എന്ന് സ്വീകരിക്കുക, ആ സത്യത്തിനെ തന്നിൽ തന്നെ കണ്ടെത്തുക. അതിനെന്തു വേണം? മനസ്സ് അന്തർമുഖമാവണം. മനസ്സ് അന്തർമുഖമായി ഉള്ളിലുള്ള അജ്ഞാനത്തിനെ നീക്കണം. എത്രയോ പ്രാവശ്യം കേട്ടതാണ്, നിങ്ങൾക്കൊക്കെ അറിയും. ഒരേ ഒരു തടസ്സമേ ഉള്ളൂ, അജ്ഞാനം. ബാക്കിയൊക്കെ അറിയണു. നമ്മളുടെ ഉള്ളിലുള്ള സത്യത്തിനെ കാണാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളിൽ ഇരുട്ട്, ഒന്നും കാണാൻ വയ്യ. ചിലരൊക്കെ പറയണു, നിങ്ങൾ ഉള്ളിൽ നോക്കണം, ഉള്ളിൽ നോക്കണം പറയണു. ഉള്ളിൽ കണ്ണടച്ചാൽ ഇരുട്ടേ കാണുള്ളൂ, ഒന്നും കാണുന്നില്ല. ആ ഇരുട്ടൊക്കെ ജ്ഞാനമാവുന്ന സുദർശന ചക്രം കൊണ്ട് നീക്കണം. ഭാഗവതത്തിലൊരു കഥയുണ്ട്. വൈകുണ്ഠത്തിലേക്ക് ഈ സന്താനഗോപാലം, ആ ബ്രാഹ്മണന്റെ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് അർജുനനെ ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോകണം വൈകുണ്ഠത്തിലേക്ക്. വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോ ഇതൊക്കെ പുരാണങ്ങൾ ചിത്രീകരിച്ച് കാണിക്കും. വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോ ആദ്യം കൂരി ഇരുട്ടാണ്, മുമ്പിൽ വരുന്നത് ഇരുട്ടാണ്, ഒന്നും കാണാൻ വയ്യ അർജുനന്. അപ്പൊ ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് അന്ധകാരത്തിനെ ഭേദിച്ച് അവിടെ മുഴുവൻ പ്രകാശമാക്കി. ഈ ഇരുട്ട് നമ്മൾ ഉള്ളിലുള്ള വൈകുണ്ഠം കാണാൻ പോകുമ്പോഴും വരും. വെസ്റ്റേൺ മിസ്റ്റിക്സ് ഒക്കെ അതിന് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുമൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്. അന്തർമുഖമാവുമ്പോ, ധ്യാനിക്കാനിരിക്കുമ്പോ ഭഗവാനെ ഹൃദയത്തിൽ കാണണമെന്ന് വിചാരിച്ച ഒന്നുമില്ല, ഒരു തമോ ഗുണത്തിന്റെ ആവരണം, ഒരേ ഇരുട്ട്, ഒന്നും കാണാൻ വയ്യ. യോഗികളൊക്കെ പറയണു ആനന്ദം, പരമാനന്ദമായിട്ടിരിക്കണു, സന്തോഷമായിട്ട്. നമുക്കൊന്നും കാണാനില്ല, ആനന്ദവുമില്ല, പരമാനന്ദവുമില്ല, ശാന്തിയുമില്ല, യോഗവുമില്ല, ഒരു ഇരുട്ട്. ആ ഇരുട്ടിനെ എങ്ങനെ കടക്കും? ആ ഇരുട്ടിനെ കടക്കാനുള്ള വെളിച്ചം വേണം. ആ വെളിച്ചം എടുത്തുകൊണ്ട് വേണം ഉള്ളിലേക്ക് പോവാൻ. സുദർശനം. ആ സുദർശനം എന്താന്ന് വെച്ചാൽ ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക് വരിക. ഇരുട്ട് കാണുന്നു എന്ന് പറയുമ്പോ നമ്മൾ അറിയാതെ പറ്റിക്കപ്പെടുകയാണ്. ആ ഇരുട്ടിനെ കാണുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോവാത്തത് കൊണ്ടാണ് ഇരുട്ട് കാണുന്നു എന്ന് പറയണത്. ഇരുട്ടിനെ ആര് കാണുന്നു? ഒരാളൊരു മുറിയിൽ ഇരുന്നിട്ട് ഇവിടെ ആരുമില്ല, എങ്ങനെ അറിഞ്ഞു? ഞാൻ കാണണ്ടല്ലോ, ഒരാളും ഇല്ല. ഈ കാണുന്ന ആളാരാ? അപ്പൊ കാണുന്ന ഒരാള് ഇരുട്ടിനെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഉള്ളില് ശൂന്യമല്ല. ഉള്ളില് തിരിഞ്ഞു നോക്കുമ്പോ ഇരുട്ടിനെ കാണുന്നവനെ കണ്ടാൽ ഇരുട്ട് പോയി പോകും. തമസഃ പാരം ഋച്ഛതി. തമസിന്റെ അപ്പുറം കിടക്കും എന്നാണ്. ആ ക്ഷണം ഇരുട്ടില്ലാതായി പോകും. 1 കോടി വർഷമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും വിളക്ക് തെളിച്ച അപ്പ പോയി പോകും, അജ്ഞാനം അപ്പ പോയി പോകും. അപ്പൊ അകമേക്കുള്ള ഇരുട്ടിനെ നീക്കാൻ ഇരുട്ടിനെ കാണുന്നവനായ, ആ ഇരുട്ടിനെ അന്ധകാരത്തിനെ കാണുന്നവനായ ദൃക്കിലേക്ക്, സാക്ഷിയിലേക്ക് വന്നാൽ ആ ക്ഷണം ഇരുട്ട് നീങ്ങും. പക്ഷെ പലർക്കും സാധിക്കാതെ വിഷമിക്കും. ഈ ആവരണത്തിന് നീക്കാൻ പറ്റാതെ വിഷമിക്കും. അതിന് നീക്കാൻ പറ്റാതെ ധ്യാനം ഒന്നും പരിശീലിച്ചിട്ടൊന്നും കാര്യമില്ല. ധ്യാനിക്കാനൊക്കെ ഇരിക്കും. ഇപ്പൊ ഞാൻ സാക്ഷിയെ നോക്കണം എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊന്നും പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഉള്ളിൽ തിരിഞ്ഞ് സാക്ഷിയൊന്നും നോക്കാൻ പറ്റില്ല. എന്തൊക്കെയോ ചെയ്ത് നോക്കും. അവസാനം തളർന്നിട്ട് ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയും. ഈ ധ്യാനവും ആത്മവിചാരമൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾ എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് ഭഗവാൻ ഭക്തിയെ പറയണത്. ഭക്തി എന്ന് വെച്ചാൽ കർമ്മയോഗത്തിനെ പറയണത്. ഭക്തിയോഗം 12-ാം അധ്യായത്തിൽ ഇത് അർജുനൻ പ്രത്യേകിച്ചെടുത്ത് ചോദിക്കുന്നുണ്ട്. അക്ഷരോപാസകനാണോ അഥവാ ജഗത്തിനെ ഭഗവാനായി കണ്ടുകൊണ്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന ജോലിയെ ഭക്തി സാധനയായിട്ട് ചെയ്യുന്നവനാണോ ശ്രേഷ്ഠൻ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. നമ്മൾ ഏതേത് കർത്തവ്യം നമുക്കുണ്ടോ ആ കർത്തവ്യം നമ്മളുടെ വാസനയാണ്. എനിക്കിപ്പോ പ്രഭാഷണം ചെയ്യണത് എന്റെ വാസനയായിരിക്കും. ചിലപ്പോ ചിലർക്ക് അടുക്കള പണി വാസനയാവും. നമ്മൾ വേണ്ടാന്ന് വെച്ചാലും പറ്റില്ല. ചിലർക്ക് പാട്ട് പാടുന്നത് വാസനയാണ്. എന്തും വാസനയാണ്.
പൂർവജന്മത്തിൽ നിന്ന് എന്തോ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് സഹജമായി നമ്മൾ ചേഷ്ടിക്കും. ആ ചേഷ്ടിക്കുന്നതാണ് സൂക്ഷ്മ തലത്തിൽ പോയിട്ട് ആവരണമായിട്ട് ഉള്ളിൽ കിടക്കണത്. നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിനെ ഭക്തിയാക്കി ചെയ്താൽ ജഗത്ത് ഭഗവത് സ്വരൂപമാണെന്ന് കരുതിക്കൊണ്ട് പ്രതിഫല ഇച്ഛയില്ലാതെ പുറത്തുനിന്നും ഒരു സുഖവും ദുഃഖവും നമ്മളെ ഉള്ളിൽ ബാധിക്കാതെ കർമ്മത്തിന്റെ ഫലത്തിനെ ടേസ്റ്റ് ചെയ്യാതെ കർമ്മത്തിനെ ചെയ്യാനുള്ള വിദ്യ ഗ്രഹിച്ച് പതുക്കെ പതുക്കെ കർമ്മമണ്ഡലത്തിൽ ഇരിക്കുമ്പോ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഈ ഇരുട്ട് കുറച്ചായിട്ട് നീക്കാം. ഈ ഇരുട്ട് ഒരു ദ്രവ്യമാണ്. ഈ ഇരുട്ടിനെ തിരിയായി എടുത്ത് കളയാൻ കഴിയും. നമ്മള് എത്ര കണ്ട് കർമ്മയോഗികളാണെന്നുള്ളത് എങ്ങനെ തെളിയണമെന്ന് വെച്ചാൽ പതുക്കെ മനസ്സ് പ്രസന്നമാവും. അടുക്കള കാര്യം ചെയ്താലും പോരും. அடுக்கோளையில வேலை பண்றதையும் அதுக்குதான் சொல்றது என்ன, நாமம் ஜபம் பண்ணிட்டே செய்யறது. வெளியிலேருந்து ஒன்னும் உள்ள வர ஸ்பெஷலா தியானம் பண்ணவெல்லாம் வேண்டாம். எந்த வேலை பண்ணிட்டு இருக்கோமோ அந்த வேலையிலேயே உள்ள நாம ஜபத்தை பண்ணிட்டே இருக்கிறது. நாம் பண்றேங்கிற பாவமே இருக்கப்படாது. அது எப்ப தெரியும்னா, சாப்பாடு நன்னா இல்லைன்னு சொன்னாலும் துக்கம் வராது. ரொம்ப நன்னா இருக்கு, நான் யாரு வச்சா, மாமியாரும் சொல்லிப்பா மாட்டு பொண்ணும் சொல்லிப்பா. ക്രെഡിറ്റ് സീക്കിങ്, ഇതൊക്കെ നമുക്ക് നോക്കാം. യാതൊന്നും നമ്മൾ ഇത് വളരെ മെനക്കെട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കണം. ജീവിതം മുഴുവൻ യത്നം ചെയ്താലേ കർമ്മയോഗം എന്നൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾ പറയണു. പക്ഷെ ജീവിതം മുഴുവൻ അലേർട്ടായിട്ട് വളരെ ജാഗ്രതയോടുകൂടെ ഇരുന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കലയാണത്. ഈ അഹങ്കാരത്തിന് ഒന്നും കൊടുക്കാൻ പാടില്ല. പഷ്ണിക്കിടണോ അഹങ്കാരത്തിന്? അതിന് പഷ്ണിക്കിടണമെങ്കിൽ യോഗത്തിലിരുന്നു കൊണ്ട് പ്രവർത്തിച്ച് പഴകണം. ധ്യാനിക്കേ വേണ്ട. കുറെ കാലം യോഗത്തിലിരുന്ന് പ്രവർത്തിച്ച് പഴകിയ ആൾക്ക് ഒരു പുഷ്പം വിരിയുന്ന പോലെ അകമയ്ക്ക് അക്ഷരോപാസന വിരിഞ്ഞു കിട്ടും. വിശ്വത്തിനെ മുഴുവൻ ഭഗവാനായി കണ്ട് ഉപാസിക്കുന്ന ഭക്തൻ. ഭാഗവതം അവിടെയാണ് തുടങ്ങുന്നത്. അക്ഷരോപാസന തുടങ്ങുമ്പോഴാണ് ഭാഗവതം തുടങ്ങുന്നത്. അതുവരെ ഭഗവത്ഗീതയിൽ നിൽക്കണം നമ്മൾ. ദ്വിതീയ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ ജഗത്തിനെ മുഴുവൻ ഭഗവാന്റെ സ്വരൂപമായി പറഞ്ഞുകൊടുത്തിട്ട് ശ്രീ ശുകബ്രഹ്മ മഹർഷി പറഞ്ഞു, ഹേ പരീക്ഷിത്, അങ്ങനെ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായി കണ്ട് നീ പതുക്കെ നിന്റെ പ്രവൃത്തിയെ മുഴുവൻ യജിച്ച് നീക്കുകയാണെങ്കിൽ, ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറുടെ പ്രവൃത്തി, ഒരു സ്കൂൾ ടീച്ചറാണെങ്കിൽ സ്കൂൾ ടീച്ചറുടെ പ്രവൃത്തി, അടുക്കളപ്പണിയാണെങ്കിൽ അടുക്കളപ്പണി, എന്താണെങ്കിലും അത് യജിച്ച് നീക്കുക എന്ന് വെച്ചാൽ അതിന്റെ വാസനയൊന്നും അവശേഷിക്കാതെ അതിലെന്റെ അഹങ്കാരമോ എന്റെ മോട്ടീവോ അതിലെനിക്കൊരു അഭിമാനമോ അതിലെനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്രെഡിറ്റോ ഒന്നും ഉള്ളിൽ ചലിക്കാത്ത ഒരു സ്ഥിതി തപസ്സുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത് അതിനെ നീക്കം ചെയ്താൽ കാണുന്നതായ ജഗത്തിൽ നിന്നും കാണുന്നവനായ ദൃക്കില് ഞാൻ ലഗ്നനായിട്ട് തീരും. സർവധീവൃത്തി അനുഭൂത സർവ ആത്മാ യഥാ സ്വപ്നജനൈക്ഷിതേക തം സത്യം ആനന്ദനിധിം ഭജേത അന്യത്ര സജ്ജേത യഥ ആത്മപാതഃ എന്ന് ശ്രീ ശുകബ്രഹ്മ മഹർഷി ഭാഗവതത്തില് ദ്വിതീയ സ്കന്ധത്തിൽ പറയണം. എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും. രമണ മഹർഷി വളരെ എളുപ്പത്തിൽ പറയും, എന്താ കർമ്മയോഗം എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുന്ന ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് തന്നെ മറക്കാതെ പ്രവൃത്തിയെ നടക്കാൻ അനുവദിച്ചാൽ. ചെയ്യുന്നതിനും നടക്കുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. യു ആർ നോട്ട് ഡൂയിങ്, യു ആർ മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ ത്രൂ യു. Allow the work to happen through you, but be aware about the doer. You are not the doer. And there should not be the enjoyer also. അപ്പോഴേ പൂർണ്ണമാവുള്ളൂ. The enjoyer also should disappear. Incidents take place. Things happen. There is no doer thereof. എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫലം വരുമ്പോ enjoyer ഉണ്ടെങ്കിൽ you will not be a yogi, you will be a മഹാഭോഗി. മഹാഭോഗി എന്ന് വെച്ചാൽ ജ്ഞാനിയാണെന്ന് ചിലർക്ക് അഭിപ്രായം ഉണ്ടാവും. മഹാഭോഗി വിൽ ബി ഈക്വലി മഹാസംസാരി ഓൾസോ. ന കർത്ത ന ഭോക്ത. കർത്തൃത്വമുള്ളത്തോളം ഭോക്തൃത്വം ഉണ്ടാവും. ഭോക്തൃത്വം ഉണ്ടോ സംസാരം ഉണ്ടാവും. സംസാരം ഉണ്ടോ ദുഃഖമുണ്ട്. ആ ദുഃഖം നീങ്ങിക്കിട്ടണമെങ്കിൽ നമ്മളുടെ കർമ്മത്തിനെ വേണം ആദ്യം ശ്രദ്ധിക്കണം.
കർമ്മമാണ് വളരെ പ്രധാനം. ഭക്തി കർമ്മത്തിൽ നിന്നും മാറി നിൽക്കുന്നത് കൊള്ളാം, പൂജയും അനുഷ്ഠാനവും ഒക്കെ കൊള്ളാം. എന്തിനാ? ചിത്തം ശുദ്ധമാക്കാൻ. പക്ഷെ ശുദ്ധമാക്കിയിട്ട് പിന്നെ നമ്മളുടെ കർമ്മത്തില് ചെയ്യുന്ന പ്രവൃത്തിയില് കാപട്യവും കള്ളത്തരവും അസൂയയും ദ്വേഷവും മാത്സര്യവും ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ ഭക്തിയൊക്കെ കപടമായി പോകും. അതാണ് നിർമത്സരാണാം സദാം വേദ്യം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പ്രവൃത്തിയിലേക്ക് നമ്മളുടെ സ്വധർമ്മം എന്താണോ, സ്വധർമ്മത്തിനെ യജിച്ച് നീക്കം ചെയ്യണം എന്നാണ്. അങ്ങനെ സ്വധർമ്മത്തിനെ യജിച്ച് നീക്കം ചെയ്യാനുള്ള വഴിയാണ് ഭാഗവത ധർമ്മം എന്ന് പറയണത്. അത് തന്നെ കർമ്മയോഗം എന്ന ഗീതാ സിദ്ധാന്തവും. ഒന്നും വ്യത്യാസമല്ല. കർമ്മയോഗം തന്നെ ഭാഗവത ധർമ്മം. പുറമേക്ക് ഭാഗവത ധർമ്മം, അകമേക്ക് ആത്മജ്ഞാനം. അപ്പോ പതുക്കെ പതുക്കെ കർമ്മയോഗം ഒരു മിഡിൽ പാത്താണ്. പ്രവൃത്തിലക്ഷണോ ധർമ്മ നിവൃത്തിലക്ഷണശ്ച ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ. ആചാര്യസ്വാമികൾ ഭഗവത്ഗീതാ ഭാഷ്യം ആരംഭിക്കുന്നതേ അങ്ങനെയാണ്. വേദം 2 വിധത്തിലുള്ള ധർമ്മമേ പറഞ്ഞിട്ടുള്ളൂ. പ്രവൃത്തിലക്ഷണോ ധർമ്മ നിവൃത്തിലക്ഷണശ്ച ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ. വേദം പ്രവൃത്തിലക്ഷണമെന്നും നിവൃത്തിലക്ഷണമെന്നും 2 ധർമ്മത്തിനെ പറഞ്ഞു. ഒന്ന്, സമ്പൂർണമായി എല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് എല്ലാം വിട്ടുപോയി. ഏകാന്തത്തിൽ ഉള്ളിൽ ആഴ്ന്ന് ഉള്ളിൽ പരമാനന്ദത്തിനെ കണ്ടുകൊണ്ട് തന്നിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ തന്നെ ആസ്വദിച്ചുകൊണ്ട് യസ്തു ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശമാനവ ആത്മന്യേവച സന്തുഷ്ട സസ്യ കാര്യം ന വിദ്യത. ഒന്നും ചെയ്യാനില്ല ലോകത്തിൽ. അങ്ങനെ ആത്മാരാമനായി ഭഗവത് അനുഭവത്തില് ആഴ്ന്നുകൊണ്ടിരിക്കുന്ന ഭക്തോത്തമൻ അഥവാ ജ്ഞാനി, അയാൾക്കൊന്നും ചെയ്യാനില്ല ലോകത്തിൽ. അയാളെ ആർക്കും കെട്ടിയിടാൻ പറ്റില്ല. പിതൃക്കൾക്കും അയാൾക്ക് ഋണമില്ല, മനുഷ്യനും ഋണമില്ല, ഭൂതങ്ങളോടും കടമില്ല, ആരോടും കടമില്ല. ഒരാൾക്കും അയാളെ ബന്ധിപ്പിക്കാൻ പറ്റില്ല. അയാളുടെ ശ്വാസപ്രശ്വാസം കൊണ്ട് തന്നെ ലോകം പരിശുദ്ധമാവും. അയാളൊന്നും ചെയ്യാനില്ല. അയാളുടെ കേവലമായ കർമ്മമില്ലാത്തതായ വിഹാരം തന്നെ ലോകമംഗളമാണ്. അയാൾ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സന്ധ്യാവന്തനവും വേണ്ട, ഒരു നാമജപവും വേണ്ട, ഒന്നും വേണ്ട. എന്താന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണോ അവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അവന്റെ കാല് കഴുകാൻ ദേവന്മാര് കൂടെ നടക്കും. അങ്ങനെയുള്ള മഹാത്മാവിൻ ഉള്ള സ്ഥലത്ത് ഒരു അമ്പലമൊന്നും ആവശ്യമില്ല. എല്ലാ അമ്പലങ്ങളും ഇങ്ങനെ ഒരു മഹാനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനസ്ഥിതിയിലിരിക്കുന്ന ഒരു മഹാനുഭാവൻ ഉണ്ടെങ്കിൽ നന്ന്. പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല. അങ്ങനെ സമ്പൂർണമായി തന്നിൽ തന്നെ ആഴ്ന്ന് ലോകത്തിനെ മറന്ന്, ശരീരത്തിനെ മറന്ന്, മനസ്സിനെ മറന്ന്, ശരീരമോ മനസ്സോ ഇല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. സർവം ഖലു ഇദം ബ്രഹ്മ വാസുദേവ സർവം സ മഹാത്മാ സുദുർലഭ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. ആ സ്ഥിതിക്ക് ഉയരാൻ അക്ഷരോപാസനയാണ് അന്തർമുഖമായ ധ്യാനം. ആ അന്തർമുഖമായ ധ്യാനം എല്ലാവർക്കും പറ്റില്ല. അങ്ങനെ പറ്റില്ലെങ്കിൽ മൈൽഡ് പാത്താണ്, സന്യാസത്തിന്റെ മാർഗമല്ല, മൈൽഡ് പാത്താണ്. അവരവരിയ്ക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് എന്തെന്ത് പ്രവൃത്തി അവരവർക്ക് കിട്ടിയിട്ടുണ്ടോ അതാത് പ്രവൃത്തി ചെയ്തുകൊണ്ട് ഭഗവാൻ ആ പ്രവൃത്തിയുടെ ഫലം അർപ്പിച്ചുകൊണ്ട് ഭഗവത് ആരാധനയായിട്ട് ഭക്തിയായിട്ട് ആ പ്രവൃത്തിയെ ചെയ്യുക. ഇത് പ്രവൃത്തി ലക്ഷണമായ മാർഗം. പക്ഷെ ഈ പ്രവൃത്തി ലക്ഷണമായ മാർഗം പരിപാകപ്പെട്ട് നിവൃത്തി ലക്ഷണത്തിലേക്ക് കൊണ്ടുപോകും. ശരീരത്തിനെ വിടുന്നതിന് മുമ്പ്, ശരീരം നമ്മളെ വിട്ടുപോകുന്നതിന് മുമ്പ് ശരീരത്തിനെ നമ്മൾ വിടണം. എന്നാൽ നമുക്ക് വേദനയേ ഉണ്ടാവില്ല. ശരീരം നമ്മളെ വിട്ടുപോകുന്നതിന് മുമ്പ് ശരീരത്തിനെ നമുക്ക് വിടാമെങ്കിൽ അഹിർ നിർവൈനീയദ്വത് എന്നാണ് ശ്രുതി പറയുന്നത്. പാമ്പ് ചിലപ്പോ പുറംചട്ട അഴിച്ചു കളയില്ലേ, അതുപോലെ ജ്ഞാനം കൊണ്ട് ദേഹത്തിനെ താനല്ല എന്നറിഞ്ഞ് അനുഭവത്തിൽ അത് വരികയാണെങ്കിൽ മരണം പരമസുഖകരമായിട്ട് തീരും. വിഷമില്ല, വേദനയില്ല. ദേഹം ഉണ്ടോ ഇല്ലയോന്നേ അറിയില്ല. ചിലപ്പോൾ അത് വളരെ ഉയർന്ന യോഗപരിഭാഗത്തിലേക്ക് കൊണ്ടുപോകും.